ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2416. ഇന്ന് ഓഗസ്റ്റ് മാസം 12-ാം തീയതി, 224-ാമത്തെ ദിവസത്തിലെത്തി. അമ്മയോർമ്മകളിലൂടെ നമ്മൾ കടന്നുപോവുകയാണ്. സുനോയോ നോമ്പിന്റെ ദിനങ്ങളിലൂടെ അമ്മ കൈമാറിയ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തൽ എന്തായിരുന്നു? അതാവട്ടെ, ഇവൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണമെന്നല്ലേ. ആരാണ് ഇവൻ? പുത്രനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ്. യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് കാനാവിലെ വിവാഹ ഭവനത്തിൽ അവിടെയുള്ള കുറച്ച് പരിചാരകരോട് ആ അമ്മ പറയുകയാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരമുണ്ട്. ആദ്യം അവനെ നിങ്ങൾ കേൾക്കണം, അനുസരിക്കണം. അങ്ങനെയാണ് ഒരുപറ്റം മനുഷ്യരെ അമ്മ ക്രിസ്തുവിലേക്ക് എത്തിക്കുന്നത്. ഇന്നും അങ്ങനെ അമ്മ ഓരോരുത്തരെയായിട്ട് യേശുവിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മളാവട്ടെ കാര്യമായി അമ്മയെ മനസ്സിലാക്കുന്നില്ല. അമ്മ ചൂണ്ടിക്കാട്ടുന്ന അമ്മയുടെ മകൻ യേശുവിനെയും കാണുന്നേയില്ല. ചിലരാവട്ടെ അമ്മയിലങ്ങ് നിന്നുപോവുകയാണ്. അതും ഒരു അബദ്ധമാണ്. അമ്മയെ പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരാൾ അമ്മയിൽ തന്നെ ഒതുങ്ങിപ്പോകുന്നതിന്റെ ആഴമുള്ള അർത്ഥം. അമ്മയാവട്ടെ അവൻ പറയുന്നത് അതിന് കാതുകൊടുപ്പിന്നാ പറയുക. കുറെ കൂടി വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് അമ്മ നമ്മളെ ആനയിക്കുന്നത്. ആ ഉത്തരവാദിത്വത്തിന്റെ പേരാണ് ക്രിസ്തു യേശു. ഈ ആണ്ടിലെ സുനോയ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ അതൊരു പെരുന്നാളായി മാത്രം അവസാനിക്കാൻ അവശേഷിക്കാൻ എൻ്റെ ജീവിതത്തിൽ കുറച്ചും കൂടി പ്രാധാന്യമുള്ള ഒരു അനുഭവമായി, ഒരു അളവുകോലായി ക്രിസ്തു യേശു ഒന്ന് മാറുക. അവിടെയാണ് എല്ലാം എന്തുമാത്രം എനിക്ക് ഗുണകരമായി മാറുന്നു എന്നതും നിർവചിക്കപ്പെടാൻ പോകുന്നത്. ആചരണങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്നെ കുറെ കൂടി പാകപ്പെടുത്താൻ വേണ്ടിയല്ലേ. ഞാൻ പാകപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ട പരിചാരകര് അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം നിറവുണ്ടാവുന്ന ഒരു ഭവനത്തിന്റെ വലിയ അപമാനത്തെയും പ്രതിസന്ധിയെയും പരിഹരിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ക്രിസ്തുവിലേക്കൊന്ന് ഹൃദയമോർക്കാം. ഹൃദയം കൊണ്ട് ക്രിസ്തുവിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട്, ഒന്ന് ഉൾക്കൊള്ളാനായിട്ട് അമ്മയുടെ ഉപദേശവും നിർദ്ദേശവും അനുസരിക്കാൻ. അങ്ങനെയാവട്ടെ അമ്മയോർമ്മകളിലൂടെ ഓരോരുത്തരും ആ നല്ല മകനില് എത്തേണ്ടത്. ആമേൻ.